ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് എമർജൻസി പാസ്പോർട്ട് അഥവാ പാസ്പോർട്ട് തൽക്കാൽ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നോർമൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാസ്പോർട്ട് ചെയ്യാൻ ഡോക്യുമെൻ്റായി അപേക്ഷകൻ്റെ വാലിഡ് ആയിട്ടുള്ള അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, SSLC പാസ് ഔട്ടായ വ്യക്തിയാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പണായി വരുന്ന നെക്സ്റ്റ് പേജിലെ പാസ്പോർട്ട് സേവ എന്നുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പേജിൽ വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പണായിട്ട് വരുന്ന പേജിൽ വിവരങ്ങൾ നൽകി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ടു അപ്ലൈ അറ്റ് പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ പ്രധാനപ്പെട്ട 3 പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ് വരുന്നത്: കോഴിക്കോട്, കൊച്ചിൻ, തിരുവനന്തപുരം. നിയർബൈ ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണോ വരുന്നത് ആ ഒരു സെൻറ്റർ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ കോഴിക്കോട് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം അപേക്ഷകൻ്റെ ഗിവൺ നെയിമും സർനെയിമും കൃത്യമായി നൽകേണ്ടതാണ്. അപേക്ഷകൻ്റെ പേര് ഇനിഷ്യൽ ഉള്ളതാണെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് തന്നെ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക. വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID നൽകുക. ഈ മെയിൽ IDയിലേക്ക് ആക്ടിവേഷൻ ലിങ്ക് വരുന്നതാണ്. ഈ ഒരു ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് ലോഗിൻ ചെയ്യേണ്ടത്. ഡു യു വാണ്ട് യുവർ ലോഗിൻ ID ടു ബി സെയിം ആസ് ഇമെയിൽ ID എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ ID തന്നെയാണ് ലോഗിൻ ID ആയിട്ട് വേണ്ടതെങ്കിൽ യെസ് എന്ന് നൽകിയതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവൈലബിൾ ആണ് എങ്കിൽ ലോഗിൻ ID ഈസ് അവൈലബിൾ എന്ന് കാണിക്കുന്നതാണ്. അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഡു യു വാണ്ട് യുവർ ലോഗിൻ ID ടു ബി സെയിം ആസ് ഇമെയിൽ ID എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് നൽകിയതിന് ശേഷം പുതിയൊരു ലോഗിൻ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യാം. ഗ്രീൻ കളറിൽ ലോഗിൻ ID ഈസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ ലോഗിൻ ID ആക്റ്റീവായിട്ട് ലഭിക്കുന്നതാണ്. പാസ്വേഡ് കൊടുക്കുക. സെയിം പാസ്വേഡ് തന്നെ താഴെ ഒന്ന് കൺഫേം ചെയ്യുക. ഹിൻഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പേജിൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്നൊരു മെസ്സേജ് വരുന്നതാണ്. നൽകിയിരിക്കുന്ന മെയിൽ IDയിലേക്ക് ആക്ടിവേഷൻ ലിങ്ക് സെൻഡ് ആയിട്ടുണ്ടാവും. മെയിൽ IDയും പാസ്വേഡും കൊടുത്ത് മെയിൽ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം പാസ്പോർട്ടിൻ്റെ കൺഫർമേഷൻ മെയിൽ, അതായത് രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ആക്ടിവേഷൻ ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന യൂസർ ID കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി കൊടുത്തിരിക്കുന്ന ലോഗിൻ ID വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൂടി ഒന്ന് കൃത്യമായി നൽകിയതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. മെയിലിലേക്ക് വന്നിരിക്കുന്ന ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജ് ഇങ്ങനെയുള്ളൊരു വ്യൂ ആയിരിക്കും വരുന്നത്. ഇതിൽ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ക്ലിക്ക് ഹിയർ ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. ശേഷം വരുന്ന പേജിൽ പാസ്പോർട്ടിൻ്റെ ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യമായി പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനും, നിലവിൽ പാസ്പോർട്ട് ഉള്ള വ്യക്തിയാണെങ്കിൽ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ പെട്ടെന്ന് ലഭിക്കേണ്ടതാണെങ്കിൽ തൽക്കാൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. തൽക്കാൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 3500 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. 1500 രൂപ ഓൺലൈൻ പേയ്മെൻറ്റും ബാക്കി തുക പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷന് പോകുമ്പോഴുമാണ് അടയ്ക്കേണ്ടത്. നോർമൽ പാസ്പോർട്ടിന് 1500 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. ബുക്ക്ലെറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ 36 പേജസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ശേഷം പേജിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്തതായി വരുന്ന പേജിൽ അപേക്ഷകൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഗിവൺ നെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ഫസ്റ്റ് നെയിമും സർനെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ലാസ്റ്റ് നെയിമുമാണ് നൽകേണ്ടത്. അപേക്ഷകൻ്റെ പേര് ഇനിഷ്യൽ ഉള്ളതാണെങ്കിൽ സർനെയിം എന്നുള്ള ഓപ്ഷനിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത്, അതായത് ഇനിഷ്യലിൻ്റെ ഫുൾ ഫോം കൊടുത്ത് തന്നെ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പേര് കൃത്യമായി ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റിലും എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നൽകുക. അപേക്ഷകൻ്റെ ജെൻഡർ നൽകുക.
ഹാവ് യു എവർ ബീൻ നോൺ ബൈ എനി അതർ നെയിംസ്, മറ്റു പേരുകൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. ഡു യു ഹാവ് എവർ ചേഞ്ച്ഡ് യുവർ നെയിം എന്നുള്ള ഓപ്ഷനിൽ പേര് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് നൽകാവുന്നതാണ്, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, മെറിറ്റൽ സ്റ്റാറ്റസ്, സിറ്റിസൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി നൽകുക. എംപ്ലോയ്മെന്റ് ടൈപ്പ് നൽകുക. ഞാനിവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈസ് ഐദർ ഓഫ് യുവർ പാരൻസ് ഇൻ കേസ് ഓഫ് മൈനർ സ്പോൺസ് എ ഗവൺമെന്റ് സർവന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് മൈനർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ രക്ഷിതാവോ, മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഹാഫോ ഗവൺമെന്റ് സർവന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ എസ് എന്നും അല്ല എങ്കിൽ നോ എന്നും നൽകുക. അപേക്ഷകന്റെ വിദ്യാഭ്യാസ യോഗ്യത കൃത്യമായി സെലക്ട് ചെയ്ത് നൽകുക. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ ECR കാറ്റഗറി എസ് എന്നും 10ാം ക്ലാസ്സിൽ കുറവാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് നോ എന്നും വരുന്നതാണ്. വിസിബിൾ ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന്റെ അടയാളമാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് താഴെയുള്ള ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ കൊടുക്കുന്നില്ല എങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനു മുൻപ് ആധാർ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷനും ആധാർ നമ്പർ കൊടുക്കുന്നില്ല എങ്കിൽ നോ എന്നുള്ള ഓപ്ഷനും കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഫാമിലി ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഫാദർ ഡീറ്റെയിൽസ്, മദർ ഡീറ്റെയിൽസ് നൽകുക. വിവാഹിതരാണെങ്കിൽ മാത്രം സ്പോൺസ് നെയിം അഥവാ ബെറ്റർ ഹാഫിന്റെ ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷകന്റെ ഗാർഡിയന്റെ പേര് അഥവാ ലീഗൽ ഗാർഡിയൻ ഡീറ്റെയിൽസ് മാൻഡേറ്ററി അല്ല. ഇനിഷ്യലുള്ള പേരാണെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് തന്നെ കൊടുക്കുക. വിവരങ്ങൾ നൽകിയതിന് ശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഈസ് യുവർ പ്രസന്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മാത്രമേ എസ് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ല എങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം അപേക്ഷകന്റെ വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങൾ ഹൗസ് നമ്പർ ആൻഡ് സ്ട്രീറ്റ് നെയിം എന്നുള്ള ഓപ്ഷനിൽ നൽകേണ്ടതാണ്. അപേക്ഷകന്റെ വില്ലേജ്, സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോലീസ് സ്റ്റേഷൻ പരിധി വരുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ചില സ്ഥലങ്ങളിൽ സിറ്റി, റൂറൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. പോലീസ് സ്റ്റേഷൻ പരിധി ഏത് ഓപ്ഷൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ പോലീസ് സ്റ്റേഷൻ കൃത്യമായി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ നൽകുക. ഈ പ്രസന്റ് അഡ്രസ് അവൈലബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അവൈലബിൾ ആണ് എങ്കിൽ യെസ് എന്ന് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈസ് യുവർ പെർമനന്റ് അഡ്രസ് ആൻഡ് പ്രസന്റ് അഡ്രസ് ടു ബി സെയിം ആസ് ചോദിക്കുന്നുണ്ട്. സെയിം ആണെന്നുണ്ടെങ്കിൽ അതായത് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് നോട്ടിൽ ഓക്കെ എന്ന് കൊടുക്കുക. ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലോസ് ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ നെയ്ബേഴ്സിൻ്റെയോ ആരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിലും നൽകാവുന്നതാണ്. നെയിം ആൻഡ് അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ ആരെയാണോ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ പേര്, ഹൗസ് ഡീറ്റെയിൽസ് അതായത് വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങൾ നൽകുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നൽകുക. ഇമെയിൽ ID മാൻഡേറ്ററി അല്ല, അവൈലബിൾ ആണെങ്കിൽ നൽകിയതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. നോർമൽ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എമർജൻസി തൽക്കാൽ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ തൽക്കാൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിലും ഫീ പേയ്മെൻറ്റ് നടത്തുന്ന ഓപ്ഷനിലും അതായത് പേയ്മെൻറ്റ് നോർമൽ ആണെങ്കിൽ 1500 രൂപയും എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ 3500 രൂപയും വരുന്നുണ്ട് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രോസസ്സൊക്കെ സെയിം പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ് വിവരങ്ങളാണ് നൽകേണ്ടത്. ഹാവ് യു എവർ ഹെൽഡ് ഓർ ഹോൾഡ് എനി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അഭയാർത്ഥികളാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടത്, അല്ലെങ്കിൽ നോ എന്ന് നൽകാവുന്നതാണ്. ഇന്ത്യൻ സിറ്റിസണായ വ്യക്തികൾ നോ എന്നാണ് നൽകേണ്ടത്. അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ്, കറണ്ട്, ഡിപ്ലോമാറ്റിക്, ഒഫീഷ്യൽ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്ന് നൽകാവുന്നതാണ്. പുതിയ പാസ്പോർട്ട് എടുക്കുന്ന വ്യക്തികളും ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്ന് തന്നെയാണ് നൽകേണ്ടത്. ഹാവ് യു എവർ അപ്ലൈഡ് പാസ്പോർട്ട് ബട്ട് ഡിഡ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷനിൽ മുൻപ് പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് ലഭിക്കാതിരുന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അതർ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അപേക്ഷകന് നിലവിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ല എങ്കിൽ എല്ലാ ഓപ്ഷനും നോ എന്ന് കൊടുത്തതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പാസ്പോർട്ടിൻ്റെ പ്രിവ്യൂ പേജാണ്. അതായത് അപേക്ഷകൻ്റെ പേരും പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഫാദർ, മദർ, അഡ്രസ് ഡീറ്റെയിൽസും അടങ്ങുന്ന പേജാണ്. വിവരങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക.
ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് സെൽഫ് ഡിക്ലറേഷൻ ആണ്. വാലിഡ് ആയിട്ടുള്ള ഒരു ബർത്ത് പ്രൂഫും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും സൈറ്റിൽ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെന്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതും വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതുമാണ്. പാസ്പോർട്ട് തൽക്കാൽ ആപ്ലിക്കേഷൻ അഥവാ എമർജൻസി ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വെരിഫിക്കേഷന് പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള 3 ഐഡന്റിറ്റി ഡോക്യുമെന്റുകൾ അപേക്ഷകൻ കയ്യിൽ കരുതേണ്ടതാണ്. ഞാനിവിടെ 2 പ്രൂഫ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട്. ബർത്ത് പ്രൂഫായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡുമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ശേഷം പേജിന്റെ താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകന്റെ പ്ലേസ് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ പേജ് ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യുക. അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ കാണുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പേജ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിവ്യൂ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ഫോം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ പേരിന് നേരെയുള്ള സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള അപേക്ഷകൻ്റെ ഏജ് പ്രൂഫും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും സൈറ്റിലേക്ക് ഡിജി ലോക്കർ യൂസ് ചെയ്തോ അതല്ല എങ്കിൽ സ്കാൻ ചെയ്തോ അപ്ലോഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. ഏജ് പ്രൂഫായിട്ട് അപേക്ഷകൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ ആഡ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. ഡിജി ലോക്കർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ടോ അതല്ല എങ്കിൽ സ്കാൻ ചെയ്തോ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഡിജി ലോക്കർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഗ്രാൻഡ് ഡിജി ലോക്കർ ആക്സസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകൻ്റെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായിട്ടൊന്ന് സൈറ്റിൽ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആകുന്ന പേജിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പിന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. കറക്റ്റായിട്ടൊരു പിന്ന് നൽകിയതിന് ശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ആക്സസ് ചെയ്യാൻ നൽകുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണോ അതൊന്ന് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ആധാർ കാർഡ്, അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നേരെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് അലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് നൽകേണ്ടത്. സൈറ്റിലെ ബർത്ത് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ citizen.lsc കേരള എന്ന സൈറ്റിലും, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ പരിധിയിലുള്ളതാണെങ്കിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്ന K-Smart എന്നുള്ള സൈറ്റ് വഴിയുമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. ksmart.lsgkerala.gov.in എന്നുള്ള സൈറ്റിൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ സേവനങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് വിൻഡോയിൽ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൈറ്റിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷകൻ്റെ ജില്ല, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തരം, മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഏതാണെന്നുള്ളതും, അപേക്ഷകൻ്റെ മുനിസിപ്പാലിറ്റിയുടെ പേരും, കുട്ടിയുടെ ജെൻഡറും കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും മാതാവിൻ്റെ പേരും, ഇത്രയും കാര്യങ്ങളാണ് സൈറ്റിൽ നൽകേണ്ടത്. ശേഷം സെർച്ച് അഥവാ തിരയുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വിവരങ്ങൾ ലഭ്യമാണ് എങ്കിൽ സൈറ്റിലെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഫയലിൻ്റെ സൈസ് 1 MBയിൽ കുറവാക്കി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് നൽകിയതിന് ശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. ഫയലിൻ്റെ സൈസ് കൂടുതലായി കാണിക്കുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ I love PDF എന്ന് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ കംപ്രസ് PDF എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ അറ്റാച്ച് ചെയ്ത് നൽകി ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഈ റെഡ്യൂസ് ചെയ്ത ഫയൽ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് വ്യൂ ആൻഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ശേഷം വരുന്ന പേജിലെ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന പാസ്പോർട്ട് ഓഫീസ് ഏതാണെന്ന് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ സൈറ്റിൽ തന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ പാസ്പോർട്ട് ഓഫീസാണ് അവൈലബിൾ എന്ന് നിയർ ബൈ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസോ അതല്ലെങ്കിൽ അതിൽ കാണിച്ചിരിക്കുന്ന ഏതൊരു പാസ്പോർട്ട് ഓഫീസോ അപേക്ഷകന് അപ്പോയിൻമെൻറ്റിനായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ പാസ്പോർട്ടിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 3500 രൂപയാണ്. 1500 രൂപ ഓൺലൈൻ പേയ്മെൻറ്റും ബാക്കി തുക പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷന് പോകുമ്പോഴുമാണ് അടയ്ക്കേണ്ടത്. കലണ്ടർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റുകളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്കാണ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അതുപോലെ UPI ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ QR കോഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. QR കോഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് QR കോഡിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. QR കോഡ് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് നടത്തുന്നതിന് ടൈം ലിമിറ്റ് വരുന്നുണ്ട്. കറക്റ്റ് ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ സൈറ്റിൽ പേയ്മെൻറ്റ് പെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഇവിടെ ഓൾറെഡി പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. സൈറ്റിൽ വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് നൽകുക. പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പേജിലേക്ക് കൺവേർട്ട് ആയിട്ട് വരുന്നതാണ്. വരുന്നില്ല എങ്കിൽ മാത്രം പേജിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പേജിലേക്ക് തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു റെസിപ്റ്റ് അപേക്ഷകൻ വെരിഫിക്കേഷന് പോകുമ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോകേണ്ടതാണ്. ഇതിനു പുറമെ വാലിഡ് ആയിട്ടുള്ള 3 ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റുകളും SLC പാസ്ഔട്ടായ വ്യക്തിയാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. ഇൻ കേസ് പേയ്മെൻറ്റ് ഫെയിൽ ആകുകയാണെങ്കിൽ യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഈസ് പെൻഡിങ് അല്ലെങ്കിൽ ഫെയിൽഡ് എന്നുള്ള മെസ്സേജാണ് വരിക. പെൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ വീണ്ടും പേജ് ഓക്കെ കൊടുത്ത് ഹോം പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് വരുന്നതാണ്. സൈറ്റിലെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ പേര് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ട്രാക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റീവെരിഫൈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വഴി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ശേഷം വീണ്ടും പേയ്മെൻറ്റ് ഓപ്ഷൻ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്ത് പേയ്മെൻറ്റ് നടത്തി റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.